ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാതെ കടന്നു വരുന്ന രണ്ട് അതിഥികളാണ്, ഒന്ന് രോഗവും മറ്റൊന്ന് തർക്കങ്ങളും. രോഗം ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തെയാണെങ്കിൽ തർക്കങ്ങൾ ബാധിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്. പ്രത്യേകിച്ച് തർക്കമുണ്ടാകുന്നത് നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ആ ഒരു മനസ്സിന്റെ ആ വിഷമത്തിന്റെ ആഴം, ആ ഒരു വേദനയുടെ ആഴം ഒന്നുകൂടി കൂടുമെന്ന് മാത്രം. ഈ രണ്ട് കാര്യത്തിനും ഒരൊറ്റ ചികിത്സയാണുള്ളത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ചികിത്സയെക്കാളും നല്ലത് അതിന്റെ പ്രതിരോധമാണ്. അതായത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും ഭേദം രോഗം വരാതെ നോക്കലാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ തർക്കമുണ്ടായിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും നല്ലത് തർക്കമുണ്ടാകാതെ നോക്കലാണ്. തർക്കമുണ്ടാകാനുള്ള മാർഗങ്ങൾ വരാതെ നോക്കലാണ് ഏറ്റവും നല്ലത്. തർക്കം വരാതിരിക്കാനുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. ഇത് പരിശുദ്ധ റമളാൻ മാസം കൂടിയാണല്ലോ. വിശുദ്ധ ഖുർആൻ അതിൻ്റെ 2-ാം അധ്യായത്തിൽ 282-ാം സൂക്തത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ സ്ക്രീനിലത് നിങ്ങൾക്കത് കാണാം. ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂക്തം കൂടിയാണിത്. അതിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇടപാട് നടത്തുമ്പോൾ എഴുതി വെക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ മുഴുവനായിട്ട് ഞാനത് പറയുന്നില്ല, അത് ഒരു പേജ് ദൈർഘ്യമുള്ളൊരു സൂക്തമാണ്. ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം വായിക്കാം. സത്യവിശ്വാസികളെ, ഒരു നിശ്ചിത അവധി വെച്ചുകൊണ്ട് നിങ്ങൾ അന്യോന്യം വല്ല കടമിടപാട് നടത്തിയാൽ നിങ്ങളത് എഴുതി വെക്കേണ്ടതാണ്. ഒരു എഴുത്തുകാരൻ നിങ്ങൾക്കിടയിൽ നീതിയോടെ അത് രേഖപ്പെടുത്തട്ടെ. ഒരു എഴുത്തുകാരനും അള്ളാഹു അവന് പഠിപ്പിച്ചു കൊടുത്ത പ്രകാരം എഴുതാൻ വിസമ്മതിക്കരുത്. അവനത് എഴുതുകയും കടബാധ്യതയുള്ളവൻ എഴുതേണ്ട വാചകം പറഞ്ഞു കൊടുക്കുകയും ചെയ്യട്ടെ. ഇതിനു ശേഷം തുടർന്ന് പറയുന്നുണ്ട്, ഇനി കടബാധ്യതയുള്ളയാൾ വിവേകമില്ലാത്തവനോ കാര്യശേഷിയില്ലാത്തവനോ വാചകം പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലാത്തവനോ ആണെങ്കിൽ അയാളുടെ രക്ഷാധികാരി അയാൾക്ക് വേണ്ടി നീതിപൂർവം വാചകം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. തുടർന്ന് ഇങ്ങനെ എഴുതിവെക്കൽ മാത്രമല്ല, ഇതിന് സാക്ഷികളെ കൂടി നിർത്തണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളിൽപ്പെട്ട 2 പുരുഷന്മാരെ നിങ്ങൾ സാക്ഷി നിർത്തുകയും ചെയ്യുക. ഇനി ഇരുവരും പുരുഷന്മാരായില്ലെങ്കിൽ നിങ്ങൾ തൃപ്തിപ്പെടുന്ന സാക്ഷികളിൽ നിന്ന് ഒരു പുരുഷനും 2 സ്ത്രീകളുമായാലും മതി. അവരിൽ ഒരുവൾക്ക് തെറ്റുപറ്റിയാൽ മറ്റവൾ അവളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി. തുടർന്ന് ഖുർആൻ പറയാണ്, ഇടപാട് ചെറുതായാലും വലുതായാലും, ഇതാണ് വളരെ പ്രധാനപ്പെട്ടത്, ഇടപാട് ചെറുതായാലും വലുതായാലും അതിൻ്റെ അവധി കാണിച്ച് അത് രേഖപ്പെടുത്തി വെക്കാൻ നിങ്ങൾ മടിക്കരുത്. അതാണ് അള്ളാഹുവിങ്കൽ ഏറ്റവും നീതിപൂർവമായതും സാക്ഷ്യത്തിന് കൂടുതൽ ബലം നൽകുന്നതും നിങ്ങൾക്ക് സംശയം ജനിക്കാതിരിക്കാൻ, അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗമാണിത്, നിങ്ങൾക്ക് സംശയം ജനിക്കാതിരിക്കാൻ കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. അപ്പം നമ്മൾ എത്ര ചെറിയ ഇടപാടാണെങ്കിലും, അത് ബന്ധുക്കളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലൊക്കെ എഴുതി വെക്കണം. അതിന് സാക്ഷികളെ വെക്കണം. ഇനി നമ്മൾ ഇടപാട് നടത്തുന്ന ആളുകൾ അവർക്ക് ബുദ്ധിപരമായിട്ട് തകരാറുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പൂർണ്ണമായ കപ്പാസിറ്റി ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവരെങ്ങനെ കൈകാര്യം ചെയ്യണം? അവരാണെങ്കിൽ പോലും ഈ ഒരു എഴുതി വെക്കുന്ന ആ ഒരു ഘട്ടം അല്ലെങ്കിൽ ആ ഒരു നടപടിക്രമം പാലിക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഈ സൂക്തത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പല ആധുനിക നിയമപണ്ഡിതരും ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നിയമത്തിന്റെ അടിസ്ഥാനങ്ങളാണ്. ഇപ്പൊ 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വരുന്നത്, അതേപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അതിൽ പറഞ്ഞിട്ടുള്ള പല ബേസിക് ആയിട്ടുള്ള നിയമതത്വങ്ങളും അത് ഈ സൂക്തത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കമ്പാരിസണിലേക്ക് ഞാൻ പോവല്ല, അത് ഒരുപാട് സമയം എടുക്കും. ഒരുപാട് കാര്യങ്ങൾ ഈ ഖുർആനിലെ സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ സാക്ഷികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ എഴുതി വെക്കേണ്ട രീതികൾ, എഴുതി വെക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ആളുകളുടെ കപ്പാസിറ്റി, അപ്പോൾ ഒരുപാട് മേഖലകൾ അത് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ഈ ഖുർആനിന്റെ സൂക്തം അതൊരു പ്രിവെന്റീവ് മെത്തേഡാണ്. ഇപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഒക്കെ കറക്റ്റീവ് മെത്തേഡാണ്. അതായത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പരിഹരിക്കാം എന്നതാണ് കൂടുതൽ ഭാഗം ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഖുർആൻ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുകൂടി അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു തർക്കം ഉടലെടുക്കാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതൽ സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് ഈ സൂക്തത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇനിയൊരു തർക്കമുണ്ടായി,
അത് കോടതിയിലേക്ക് എത്താതിരിക്കാൻ, കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു കേസാകുന്നതിന് മുമ്പ് അതെങ്ങനെ പരിഹരിക്കാം എന്നതിനെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആനിൽ വരുന്നുണ്ട്. വിശുദ്ധ ഖുർആനില് സ്ത്രീകളുടെ പേരിൽ സൂറത്തുൻ നിസാ, സ്ത്രീകളുടെ പേരിൽ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ വിവാഹ സംബന്ധമായ തർക്കങ്ങളെ കുറിച്ച് പറയുന്ന ഒരു സൂക്തമുണ്ട്, 35-ാമത്തെ സൂക്തം. അതിന്റെ പരിഭാഷ ഞാൻ വായിക്കാം. ഇനി അവർ, അതായത് ദമ്പതിമാർ തമ്മിൽ ഭിന്നിച്ചു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം അവന്റെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും നിങ്ങൾ നിയോഗിക്കുക. ഇരു വിഭാഗവും അനുരഞ്ജനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതില് 2 കാര്യമാണ് പറഞ്ഞത്. തർക്കമുണ്ടായാൽ അത് കോടതിയിലേക്കോ അല്ലെങ്കിൽ കേസിലേക്കോ പോകുന്നതിന് മുമ്പ് പരിഹരിക്കാനുള്ള മാർഗമാണ് 2 ഭാഗത്തു നിന്നും മധ്യസ്ഥന്മാരെ നിശ്ചയിക്കുക. അപ്പോഴാണ് ഒരു നീതി ഉണ്ടാവുള്ളൂ. എന്ന് മാത്രമല്ല, അടുത്ത ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് 2 കൂട്ടർക്കും ആ പ്രശ്നം തീരണം എന്നുള്ള ആത്മാർത്ഥമായ ഒരു ചിന്ത അതും കൂടി ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ പ്രശ്നം പരിഹരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ മീഡിയേഷന്റെ ഒരു ബേസ് കൂടിയാണ് അവിടെ പറഞ്ഞത്. 2 കൂട്ടരും ഇരിക്കുക എന്ന് മാത്രമല്ല, 2 കൂട്ടർക്കും അത് പ്രശ്നം തീരണം എന്നുള്ള ആത്മാർത്ഥമായ ഒരു മോഹം കൂടി ഉണ്ടാകണമെന്നാണ് ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ നിയമ സംവിധാനങ്ങളും കൂടുതലും ഈ ഒരു മീഡിയേഷൻ അല്ലെങ്കിൽ കൺസിലിയേഷൻ, കൗൺസിലിംഗ് പ്രോസസ്സിനെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ സുപ്രീം കോടതിയൊക്കെ ഈ നിലവിലിപ്പോ കേസുകളൊക്കെ കൂടുതലായി മീഡിയേഷൻ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ADR മെത്തേഡ്, അതായത് ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ കൗൺസിലിംഗ് ഉണ്ട്, മീഡിയേഷൻ ഉണ്ട്, കൺസിലിയേഷൻ ഉണ്ട്, ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മുടെ ജില്ലാ തലത്തിലും അതേപോലെ താലൂക്ക് തലത്തിലും ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി, കെൽസയുടെ മേൽനോട്ടത്തിൽ അതേപോലെ ഓരോ താലൂക്കിലും നിയമസഹായങ്ങൾ കൊടുക്കാനും ഇത്തരം കേസുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് അത് കേസുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പരിഹരിച്ചു പോകാനുള്ള ശ്രമങ്ങൾ നടത്താനുള്ള സംവിധാനം സർക്കാരുകൾ സംവിധാനിച്ചിട്ടുണ്ട്. ഇപ്പോ കെൽസയിലൊക്കെ നമ്മൾ ഒരു കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില നടപടിക്രമങ്ങളുണ്ട്. PLP എന്ന് പറയും, പ്രീ ലിറ്റിഗേഷൻ പെറ്റീഷൻ കൊടുത്തിട്ട് നമുക്ക് അവിടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റും. അതായത് പ്രീ ലിറ്റിഗേഷൻ പെറ്റീഷൻ അതിൽ കാര്യമായ സങ്കീർണമായ നടപടിക്രമങ്ങളൊന്നുമില്ല. ഒരു വെള്ളക്കടലാസിൽ നമ്മൾ പ്രശ്നങ്ങൾ എഴുതുക, ഇത് പരിഹരിച്ചു തരാൻ വേണ്ടി അവരുടെ സഹായം ആവശ്യപ്പെടുക. അപ്പോൾ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിന്നോ അല്ലെങ്കിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്നുള്ള ആളുകൾ മറുഭാഗത്ത് ബന്ധപ്പെടും. അത് നോട്ടീസ് അയച്ചിട്ടുണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഫോൺ നമ്പർ കൊടുത്തതിന് ഫോണിൽ വിളിച്ച് വരാൻ പറയും. അങ്ങനെ സംസാരിക്കും. പ്രശ്നങ്ങൾ പലതും അങ്ങനെ പരിഹരിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫാമിലി കോടതിയിൽ തന്നെ ഒരാൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ട്രയലിലേക്ക് പോകുന്നില്ല, അതായത് വിചാരണയിലേക്ക് പോകുന്നില്ല. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു കേസ് ഫാമിലി കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം എതിർകക്ഷിക്ക് ഒരു നോട്ടീസ് കൊടുക്കുന്നത് അവരോട് ഹാജരാകാനാണ്. നമ്മൾ കൊടുത്ത കേസ് എന്താണെന്ന് പോലും മറുകക്ഷിക്ക് ആദ്യം അറിയില്ല. കോടതിയിൽ ഹാജരായി ആദ്യം കൗൺസിലിങ്ങിന് വിടുന്നു. അപ്പോഴും എന്താണ് കേസെന്ന് മറ്റു മറുഭാഗത്തിന് അറിയുന്നില്ല. കാരണം അത് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഈ കൺസിലിയേഷനുള്ള മീഡിയേഷനുള്ള വാതിലുകൾ അടഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് ആ ഒരു പെറ്റീഷന്റെ കോപ്പി അവർക്ക് കൊടുക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ ആദ്യം കൗൺസിലിങ്ങിന് വിട്ട് അവിടെ സംസാരിച്ച് അത് രമ്യമായി പരിഹരിച്ചിട്ടില്ലെങ്കിൽ മീഡിയേഷന് വിട്ട് അതും പരിഹരിച്ചിട്ടില്ലെങ്കിലാണ് പിന്നീടാണ് ട്രയലിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ ആധുനിക സംവിധാനങ്ങൾ പോലും ഇത്തരം കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ നിരന്തരം ഈ ഫാമിലിയിൽ മാത്രമല്ല, മറ്റെല്ലാ MACT ആണെങ്കിലും മറ്റു ക്രിമിനൽ കേസുകളടക്കം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ഡ്രൈവ് ആയിട്ട് പല കോടതികളും പല കേസുകളും പഴയ കേസുകളൊക്കെ എടുത്തിട്ട് മീഡിയേഷന് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആധുനിക കോടതികളും സ്വീകരിക്കുന്ന ഒരു മെത്തേഡാണിത്. കേസുകൾ ഒഴിവാക്കി കൂടുതൽ മീഡിയേഷനിലൂടെ പരസ്പരം സംസാരിച്ച് തീർത്ത് നമ്മുടെ സമയവും നമ്മുടെ അധ്വാനവും നമ്മുടെ പണവും പാഴാക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഇപ്പോൾ കോടതികൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ സമയവും നമ്മുടെ വിലപ്പെട്ട അധ്വാനവും നമ്മുടെ പണവും കേസുകൾക്കും മറ്റും ചെലവഴിക്കുന്നതിന് പകരം നമ്മുടെ പ്രശ്നങ്ങളില്ലാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത് കേസിലേക്ക് എത്താതെ രമ്യമായി പരിഹരിച്ചു പോകാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ അതിലൂടെ നമ്മുടെ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ പറ്റും, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ പറ്റും, നമ്മുടെ പണം സംരക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയും ഏറ്റവും പ്രധാനമായി പ്രശ്നങ്ങളില്ലാതിരിക്കാനുള്ള മുൻകരുതൽ
അതിനുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുകയും ഓരോ ഇടപാടിനും എത്ര ചെറുതാണെങ്കിലും നമ്മുടെ അശ്രദ്ധയാണ് പലപ്പോഴും അത് വലിയ പ്രശ്നങ്ങളായി മാറുന്നത്. അപ്പൊ അത്തരം അശ്രദ്ധകൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. മറ്റൊരു നിയമവിഷയമായി നമുക്ക് വീണ്ടും കാണാം.